ഇന്നലെ മൊത്തവും നല്ല തിരക്കുള്ള ദിവസം എന്ന് വെച്ചാൽ തിരക്കുള്ള ദിവസമാണ്. അരുണാണെങ്കിൽ തിരുവല്ലയിൽ നിന്ന് വന്നപ്പോൾ കാറ് കൊണ്ടുവന്നിട്ടില്ല. നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുള്ളറ്റിൽ തന്നെ പോയി വാങ്ങിക്കാമെന്ന് വെച്ചു. വാങ്ങിക്കാൻ നമ്മുടെ ഒരു ചാക്ക ഒരു ബൈപ്പാസ് ഇപ്പം നമ്മൾ ഏത് സൈഡാണ് പോകുന്നത് ആ സൈഡായിരിക്കും കേട്ടോ ബ്ലോക്ക്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് അത് നമുക്ക് തോന്നുന്നതായിരിക്കും. എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ ചെന്ന് നിൽക്കുന്നത് നമ്മളെ കാർപ്പൻ്റർ ചേട്ടനാണ്. ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് ഈ ഇൻറ്റീരിയറിൻ്റെ പ്ലൈവുഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അരുൺ പിന്നെ അവരുമായിട്ട് ബില്ലുമായിട്ട് കുറേ ഇങ്ങനെ ഡിസ്കൗണ്ടൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വായി നോക്കുമായിരുന്നു. അപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ ഒരാളുടെ കാലിൽ തളയില്ല. അപ്പം എനിക്കിങ്ങനെ ഒരാളുടെ കാലിൽ തള അങ്ങനെ എന്തെങ്കിലും ഒന്ന് മിസ്സാവുന്നുണ്ട് എനിക്ക് അവരോട് അപ്പോഴേ ചോദിക്കണം. അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അയ്യോ ഒരെണ്ണം ഇല്ല വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അരുൺ എന്നെ ഇങ്ങനെ അല്ല നമ്മളത് ചോദിക്കണമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അല്ലാതെ മിസ്സാവതാക്കുക. അങ്ങനെ അരുൺ ആ ബാർഗെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ല് സെറ്റിൽ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ അവിടുത്തെ തന്നെ നമ്മളൊരു ഹോട്ടലിൽ വന്നിട്ട് ഞാൻ കറി ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങോട്ട് നല്ല വെയിൽ, കുറേ നാൾക്ക് ശേഷമാണ് വെയിൽ കണ്ടത്. എനിക്കൊന്നൊരു 1.5 ആഴ്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു വെയിൽ കണ്ടത്. വെയിലൊക്കെ ഇങ്ങനെ കണ്ടപ്പം തന്നെ മനസ്സിന് സത്യം പറഞ്ഞ ഒരു കുളിർമ കേട്ടോ. എനിക്ക് എൻ്റെ ചിന്ത അപ്പോൾ ചെന്നിട്ട് തുണിയൊക്കെ എടുത്ത് വെളിയിലിട്ട് ഉണക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. അരുൺ അങ്ങനെ കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥ ഉണ്ടോ, ഞാൻ പക്ക പോസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. കുറച്ച് പെയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ കുറേ സ്ക്രൂ നട്ട് അങ്ങനെ നല്ല നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളായിരുന്നു. ഹാൻഡ് റെയിലിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കണ്ടോ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല നമ്മൾ ഡോർ തുറന്ന് വന്നത്. അവിടെ എന്തോ കുരുത്തക്കേട് വീട് കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. എല്ലാം തട്ടിത്തറയിട്ട് അടുക്കളയിലെ പാത്രം വരെ ലിവിങ് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളെ കണ്ട ഒരു ഇതിൽ എന്തോ കുരുത്തക്കേട് കണ്ടുകൊണ്ടിരുന്നത് രണ്ടും കൂടെ. രണ്ടിനൊരു കള്ള ലക്ഷണമുണ്ട്. ഞാൻ എന്തോന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുട്ടി താങ്ക് യു പറയുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷമില്ല, രണ്ടും എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ അത് ഏക്കുട്ടി കണ്ടോ, ഏക്കുട്ടി ചട്ടമ്പി കുട്ടിയാണ്. പിന്നെ ഞാൻ ലഞ്ചൊക്കെ എടുത്ത് വെച്ചാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു. അല്ലൂസിന് അന്ന് തന്നെ ഒരു നമ്മളിവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം എടുത്ത് വെക്കണം, എല്ലാത്തിനും സമയമായിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് ഡ്രസ്സ് വരെ എടുത്ത് നോക്കുന്നത്. കഴിഞ്ഞ ഡാൻസ് കഴിഞ്ഞിട്ട് മടക്കി വെച്ചതാണ്. അല്ലൂസിന് മേക്കപ്പ് ചെയ്യണം. എല്ലാ പ്രാവശ്യവും ഡാൻസ് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ അവനെ അവനാണെങ്കിൽ മേക്കപ്പ് ഒന്നും, അവൻ സത്യം പറഞ്ഞാൽ കുളിച്ച് ക്രീം പോലും ഇടില്ല, ഒരു പൗഡർ പോലും ഇടില്ല, ആ ഒരു ടൈപ്പാണ്. അവൻ അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ട് ഒരുങ്ങാൻ ഇരുത്തുവാണ്. ആദ്യം അവർക്ക് ഇടുന്ന ക്രീമെന്ന് വെച്ചാൽ ഈ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലും വല്ലപ്പോഴും പൗഡറും യൂസ് ചെയ്യാറുണ്ട്. അത്ര അതിൽ കൂടുതലൊന്നും ഇടാറില്ല. ഇന്നിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പം ഒരിത് വരില്ലല്ലോ. അങ്ങനെ കണ്ടോ അവൻ ഈ മുടി ചീപ്പുന്നത് അതൊക്കെ ഭയങ്കര ഇതാണ്. രണ്ടും നല്ല ചട്ടമ്പിയാണ്. രണ്ടിന് എനിക്ക് ഒരാളെ മാറ്റി നിർത്തിയിട്ട് ഒരാളെ ഒരുക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. കുട്ടി ബഹളം വെക്കും, അല്ലെങ്കിലും ഇവൻ ബഹളം വെച്ച് അവളെ അറിയിക്കും, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ അടങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് കുട്ടി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്കിടത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അലോവേറ ജെല്ലിട്ട് കൊടുത്തിട്ട് ഇനിയൊന്നും ഇട്ട് തരില്ല, മാറിയിരിക്കുമെന്നും പറഞ്ഞ് വഴക്ക് പറയുകയാണ്. കുട്ടി പിന്നെ സ്വന്തമായി ഒരുക്കത്തിൻ്റെ ആളാണ് കേട്ടോ. അവള് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വഴക്ക് പറഞ്ഞാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയിക്കോളൂ. അല്ലൂസാണെങ്കിൽ എൻ്റെ മുടിയിൽ പിടിക്കില്ലേ, എനിക്ക് നോവും, അല്ലെങ്കിൽ ക്രീം ഇടുമ്പം എനിക്ക് ഞാൻ തേക്കുന്നത് എനിക്കൊന്നും അത്രയും ഇതാണ്. കാരണം ഇവൻ നേരെ ഇരുന്ന് തരില്ലെന്ന്, നമുക്ക് ഇവൻ്റെ മുഖമൊന്നും കാണത്തില്ല. ഇവ ഇങ്ങനെ കുലുങ്ങി അവൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി ബാക്കിലിരുന്ന് എനിക്കിടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊച്ചു കുട്ടികൾക്ക് ഇട്ടുകൂടെന്ന് പറയുമ്പോൾ അതെന്താ അല്ലൂന് ഇട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ അല്ലൂസിന് ഇന്ന് ഇട്ടല്ലേ പറ്റൂ, മോക്ക് പറയുന്ന കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ നൈസായിട്ട് കുറേയൊക്കെ കേൾക്കും, എന്നാലും നൈസായിട്ട് മാറിപ്പോയി ഇടുകയും ചെയ്യും, അത് വേറെ കാര്യം. അല്ലൂസിനിപ്പോൾ ഇത് കണ്ടപ്പം ഡ്രാക്കുള ആവുന്ന മുഖം ഇങ്ങനെ വെളുത്തിരിക്കുമ്പോൾ ഡ്രാക്കുള ലുക്ക് വരുന്നു, വേണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടി തുടരുത്, എൻ്റെ മുടി ചീത്തയാവും, എനിക്ക് മുടി നോവുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതൊന്നും നെവർ മൈൻഡ്. രണ്ടെണ്ണം കുട്ടി അന്നേരം തൊട്ട് വന്നിട്ട് സാധാ നമ്മൾ ഈ അലവറ ജെല്ലിട്ടിട്ട് പൗഡറാണല്ലോ ഇടുന്നത്, പൗഡർ ഇടുന്നില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലൂസ് കണ്ടോ എൻ്റെ മുടി തുടരുത്, ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊരിതാണ്. പിന്നെ ഞാൻ എന്തും വരട്ടെ, ഞാൻ അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിൻ്റെ മുഖത്ത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, പിന്നെ എന്നെ ഒന്നും പറയില്ല, ബാക്കി കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങി വരൂ എന്നൊക്കെ പറയുമ്പം അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനനുസരിച്ച് ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടി അവിടെ വന്ന് നമ്മളിങ്ങനെ
പറയും നമ്മൾ നന്നായിട്ട് നമുക്ക് ദേഷ്യം വരും. പിന്നെ കുറേയൊക്കെ അവൻ കൂടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തുടച്ച് കളയുകയാണ്. അവ അവ പേയക്കുട്ടിയെ നോക്കിയിട്ട് ഡ്രാക്കുള എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുകയാണ് പേയക്കുട്ടിയെ നോക്കിയിട്ട്. ഡ്രാക്കുള എഫക്റ്റ് വന്നോന്ന് ചോദിച്ചാൽ ആ ഒരു ഇങ്ങനെ മുഖം ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണല്ലോ. സ്റ്റക്കായിപ്പോയല്ലോ. അല്ലൂസിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഏക്കുട്ടിയുടെ കയ്യിൽ പൗഡറൊക്കെ ഇട്ട് അവളും ഒരുങ്ങുന്നുണ്ട്. കഷ്ടം, ഞാൻ പാവത്തിനെ കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളിങ്ങനെ സ്പീഡിലൊരു കാര്യം ചെയ്യുമ്പോൾ വന്നിരുന്ന് നമ്മളെ രണ്ട് സൈഡിൽ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. സമയമാവും, ഈ അവിടെ കുറേ പേര് എത്തിക്കഴിഞ്ഞു, നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് വീണ്ടും വളരെ അടുത്താണ്, എന്നാലും ഇൻ കേസ് അവിടെ ഇറങ്ങുമ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വീണ്ടും ജംഗ്ഷനിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും മിക്കപ്പോഴും. അത് ഈവനിങ് സമയമാകുമ്പം പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ടെൻഷനുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നത് കൊണ്ട് അരുണിന് അതെല്ലാം കഴിഞ്ഞേ വരാൻ പറ്റൂ. അവർക്ക് ക്യാഷൊക്കെ കൊടുത്ത ശേഷമേ വരാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് ഇവരെ കൊണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും ഉണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഡാൻസ് ആൻഡിൽ നിന്ന് എന്തായാലും വഴക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ, അരുണും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായില്ലെങ്കിൽ പുള്ളി അരുണിൻ്റെ അടുത്തല്ലേ സംസാരിക്കൂ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ അരുണിന് വരാൻ പറ്റില്ല. പിന്നെ അരുൺ സമയത്ത് എത്തിക്കോളാം, നമ്മളങ്ങ് ചെന്നോളൂ എന്ന് വിളിച്ചു പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും ഉണ്ട്. ഇവനാണെങ്കിൽ ഈ കണ്ണും പിരികമൊന്നും വരയ്ക്കുന്ന ഇഷ്ടമല്ല. പിരികം വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വഴക്ക് പറയുന്നതും ഉണ്ട്, അല്ലൂസെ നിനക്ക് പിന്നെ ഞാൻ മായ്ച്ചു തരില്ല, കാരണം എനിക്ക് ഒട്ടും സമയമില്ല. ഇവനെല്ലാം ഇങ്ങനെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പം തന്നെ അവൻ ലിപ്സ്റ്റിക്ക് വേണ്ട വേണ്ട എന്ന് പറയണം. അവൻ പറയുന്ന അവന് വൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മതി. അവൻ ഈ വൈറ്റ് ഷെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന അവൻ്റെ ലിപ് കളറുമായിട്ട് മാച്ച് ആവുന്ന. അപ്പം ഞാൻ അല്ലു കുറച്ച് റെഡൊക്കെ ഇട്ടാലേ നല്ല രസം വരൂ പെർഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ മായ്ച്ചു കളയും, പിന്നീട് മായ്ച്ചു കളയും, അമ്മ ഇപ്പം തേച്ചാലും പിന്നീട് മായ്ച്ചു കളയും. ഞാൻ പിന്നെ കുറച്ചെടുത്ത് ചീക്കിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലഷ് പോലെ. അപ്പം കുറച്ചിങ്ങനെ ഇതായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അവൻ ഇതെന്തുവാ കാണിക്കുന്നതെന്നും പറഞ്ഞ് ബഹളം വെക്കുവാണ്. പിന്നെ ഞാൻ എന്തും വരട്ടെന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും വഴക്ക് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണിൽ കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുത്തപ്പോൾ അയ്യേ ഇതെന്തുവാന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഇവൻ്റെ കൺപീലി നല്ല രസമാണ്, അപ്പം ഞാൻ കുറച്ച് മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത്. അത് പറയുമ്പം തന്നെ അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ പിടിച്ച് കിടത്തി മസ്കാരയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഏകക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഏകക്കുട്ടി അതിൽ നിന്നൊക്കെ തൊട്ട് പാവം. ഞാൻ വല്ല ഫംഗ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാറുള്ളൂ. ഏകക്കുട്ടിക്ക് എവിടെ പോയാലും ഇതൊക്കെ എന്നും ഇടണോ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. കുഞ്ഞുങ്ങളല്ലേ, അവിടെ സ്കിന്നിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമല്ലോ. അതുപോലെ ഇതൊക്കെ കണ്ണിലോടൊക്കെ എടുത്തിടുന്നതിലോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എന്തെങ്കിലും വലിയ ഫംഗ്ഷൻസ് വരുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് അല്ലൂസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. എന്തായാലും കളിക്കുന്നിടം വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് ഞാൻ